മദ്യ പൈസയ്ക്ക് വേണ്ടിയല്ല മദ്യം പ്രചരിപ്പിക്കുന്നത്, വ്യാജമദ്യം പടരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് മദ്യം വിൽക്കുന്നതിനെ ന്യായീകരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ പറയാം, ഇത് വളരെ കൃത്യമാണ്. ഈ സാഹചര്യങ്ങളും മദ്യനിരോധനത്തിന്റെ പ്രത്യാഘാതങ്ങളും ഒക്കെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ പിന്നെ എന്തുകൊണ്ട് മദ്യനിരോധനം എന്ന് പറഞ്ഞ് മദ്യവർജനക്കാർ ഞങ്ങളുടെ ശത്രുക്കൾ, മദ്യനിരോധനക്കാർ ഞങ്ങൾ എന്ന് പറയാൻ UDF എന്തുകൊണ്ട് പിന്നെ തയ്യാറായി? എന്തായിരുന്നു അതിന്റെ സാഹചര്യം? ഒറ്റ ദിവസം കൊണ്ടാണോ ആ മാറ്റമുണ്ടായത്? ഇങ്ങനെ മുന്നണി തീരുമാനിക്കുന്നു, പിറ്റേ ദിവസം മുതൽ മദ്യനിരോധന വാദവുമായി മുന്നണി മുന്നോട്ട് വരുന്നു, അങ്ങനെയാണോ ഉണ്ടായത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര ശക്തമായ രീതിയിൽ കേരളത്തിൽ മദ്യനിരോധനത്തിന് വേണ്ടി ധീരമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റിന്റെ നായകൻ മുമ്പ് മദ്യവർജനം അത് നമുക്ക് ആ നിലപാട് അല്ല, അത് അങ്ങനെയാണോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. ധീരമായി ഇച്ഛാശക്തിയോടുകൂടി ഒരു ഗവൺമെന്റ് മദ്യനിരോധനം തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ചർച്ച ചെയ്യാനുള്ളത്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ മുതിർന്ന റിപ്പോർട്ടറായ സജേഷ് നമ്മളോടൊപ്പമുണ്ട്. ദിവസം എന്ന പോലെ, മണിക്കൂറുകൾ എന്ന പോലെ ഇക്കാര്യം മായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു റിപ്പോർട്ടർ. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് പറയട്ടെ, എങ്ങനെയാണ് മദ്യ നിരോധനം എന്ന ഇന്നത്തെ പ്രചാരണ ഉയർത്താൻ UDF തീരുമാനിച്ചത്? ആ ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് സജേഷ് UDF എത്തിയത്? പറയൂ. നാൾ വഴികളിൽ ധീരമായ ഒരു മദ്യനിരോധന നിലപാടിലേക്ക് എത്തിച്ചേർന്ന ഒരു സർക്കാരും മുഖ്യമന്ത്രിയുമാണോ ഇത്? NPC 2014 ഓഗസ്റ്റിലാണ് ബാറുകൾ പൂട്ടുന്നതിനുള്ള മദ്യനയം UDF പ്രഖ്യാപിക്കുന്നത്. അതിന് തൊട്ട് തലേ ദിവസം വരെ ഉമ്മൻചാണ്ടിയുടെ നയം അടച്ചുപൂട്ടിയ 418 ബാറുകൾ വരെ തുറക്കണമെന്ന തരത്തിൽ തന്നെയായിരുന്നു. ഈ മദ്യനയം പ്രഖ്യാപിക്കുന്നതിനുള്ള UDF യോഗം ചേർന്നത് കേവലം 45 മിനിറ്റ് മാത്രമാണ്. ഈ UDF യോഗത്തിന് മുൻപ് യോഗത്തിൽ പങ്കെടുത്ത ഒരു കക്ഷി നേതാവിന് പോലും ബാറുകൾ അടച്ചുപൂട്ടാൻ പോകുന്ന കാര്യം പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. 45 മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഒരു UDF യോഗമാണ് ഈ ബാർ അടച്ചുപൂട്ടൽ പ്രഖ്യാപനത്തിലേക്ക് വരുന്നത്. അതിന് തൊട്ടു മുമ്പുള്ള ദിവസം KPC അധ്യക്ഷൻ VM സുധീരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും സർക്കാരിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് പോവുകയും ചെയ്തു. 418 ബാറുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള സുപ്രീം കോടതി ഉത്തരവ് വിരുദ്ധമായി ഈ 418 ബാറുകളും തുറക്കണമെന്ന നിലപാട് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും K ബാബുവും സ്വീകരിച്ചിരുന്നു. അതിനെതിരെ പരസ്യമായി VM സുധീരൻ രംഗത്ത് വന്നു. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും VM സുധീരനും തമ്മിലുള്ള വലിയ ഗ്രൂപ്പ് പോര് കോൺഗ്രസിൽ രൂക്ഷമായിരുന്നു. ആ ഘട്ടത്തിൽ ചേർന്ന 45 മിനിറ്റ് UDF യോഗമാണ് കക്ഷി നേതാക്കൾക്കിടയിൽ പോലും ഒരു ചർച്ചയുണ്ടാകാതെ മുഖ്യമന്ത്രി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു കുറിപ്പ് വായിച്ചുകൊണ്ട് ബാറുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് NPC. തീർച്ചയായും സജേഷ്, ഇപ്പോൾ നമ്മോടൊപ്പം ജേക്കബ് ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ PS സലീം, താങ്കൾ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, നിലവാരമില്ലാത്ത 418 വാശി പിടിച്ചു സുധീരൻ. ഒടുവിൽ എങ്കിൽ ഒന്നും വേണ്ട എന്ന് സുധീരന് മേൽക്കൈ കിട്ടാതിരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നീക്കുന്നു എന്നൊക്കെയാണ് പല വാദങ്ങളും ഉയരുന്നത്. ഇതൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി തൻ്റെ സാക്ഷാൽ നിലപാടെന്ത് എന്ന് വ്യക്തമാകുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതെന്ത് എന്ന് കേൾക്കണോ താങ്കൾക്ക്? ഞാനിത് കേട്ടതാണ്, ഞാൻ കേട്ടു. പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, ഈ 418 ബാറുകൾക്ക് എനിക്കറിയാവുന്ന ബാറുകൾ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ഞാൻ കുറച്ചും കൂടി, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലേഖനേക്കാൾ കുറച്ചും കൂടി എനിക്ക് അതേക്കുറിച്ച് അറിവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ധാരണയാണ്. കാരണം ഈ 418 ബാർ അടഞ്ഞു കിടന്നപ്പോൾ അതിൽ കുറെയെങ്കിലും ഗുണനിലവാരമുള്ള കുറെയെങ്കിലും തുറക്കണം എന്ന് ഗവൺമെന്റിന്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും K ബാബുവിനും താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ബാബുവിന്റെ ഒരു പ്രത്യേക അമിതമായ ഒരു താല്പര്യം ഉണ്ടായിരുന്നത്, അതിനോടൊപ്പം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള എറണാകുളത്ത് ഒട്ടും ഗുണനിലവാരമില്ലാത്ത ചില ബാറുകൾ കൂടി തുറക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ഈ താല്പര്യം കൊണ്ട് ആ തീരുമാനം നീണ്ടുപോയി. അങ്ങനെ നീണ്ടുപോയപ്പോഴേക്ക് സുധീരന് കയറി ചാടി വീഴുകയും ഇതിനകത്തൊരു വലിയ സാധ്യത കാണുകയും UDFന്റെ മേൽ, കോൺഗ്രസിന് മേൽ, വിശിഷ്യ ഉമ്മൻചാണ്ടിക്ക് മേൽ ഒരു മേൽക്കൈ നേടാനുള്ള അവസരം അദ്ദേഹം ഇത് കാണുകയും അദ്ദേഹം 418 ബാറുകൾ അടച്ചിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി തലേന്ന് ഈ 2014 ഓഗസ്റ്റിൽ ചേർന്ന UDF യോഗം എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ തലേന്ന് രാത്രി K ബാബു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുമായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് തന്നെത്താനാണ് ആ കുറിച്ച് തയ്യാറാക്കിയത്. രാത്രിയിൽ തന്നെ അദ്ദേഹം KM മാണിയെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ട് വിശ്വാസത്തിലെടുത്തു. പിറ്റേന്ന് രാവിലെ രമേശ് ചെന്നിത്തലയും വിശ്വാസത്തിലെടുത്തു. എന്നിട്ടാണ് അന്ന് വൈകുന്നേരം 5 മണിയോടെ ഹിൽ ഹൗസിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം ഈ കുറിപ്പ് അവതരിപ്പിച്ച് VM സുധീരനെതിരെ
ശക്തമായ ഒരു തിരിച്ചടി കൊടുത്തത്. അതായത് 418 ബാറിന് പകരം കേരളത്തിലെ 730 ബാറുകൾ അടച്ചിടുകയാണ്. അത് സുധീരനെ വെട്ടിലാക്കാനും കീഴ്പ്പെടുത്താനും വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമായിരുന്നു. അതിന്റെ പിന്നിൽ മദ്യനിരോധനത്തിന് വേണ്ടിയുള്ള അമിതമായ ആവേശമോ മദ്യവർജനത്തിന് വേണ്ടിയുള്ള നിലപാടോ ഒന്നുമായിരുന്നില്ല. തികച്ചും രാഷ്ട്രീയമായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ NPC. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോ തലസ്ഥാനത്ത് സജീവമായി പ്രവർത്തനത്തിലുള്ള ജേർണലിസ്റ്റിൽ ഏറ്റവും മുതിർന്ന ആയ ഒരാളാണ് ശ്രീ ജേക്കബ് ജോർജ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായ വിവരങ്ങൾ, പ്രത്യേകിച്ച് അന്തർതലത്തിൽ അടക്കം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ ഉള്ള ഒരാളാണ്. അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു, കോൺഗ്രസിനുള്ളിലെ ഒരു തർക്കമാണ്, ഖ്യാതി കിട്ടാനും ഇമേജ് കിട്ടാനും വേണ്ടിയുള്ള ഒരു തർക്കത്തിൻ്റെ പരിണത ഫലമായിരുന്നു മദ്യനിരോധനം എന്ന പ്രചരണ ആയുധത്തിലേക്ക് UDF ഇപ്പോൾ എത്തിച്ചേർന്നത് എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളോട് കൂടി. ഇത് എങ്ങനെ മദ്യനിരോധനത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സർക്കാർ, അതിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ പഴയൊരു കാര്യം എടുത്ത് അതിനെ എതിർക്കുന്നു എന്ന തരത്തിൽ താങ്കൾക്ക് വ്യാഖ്യാനിക്കാനും വാദിക്കാനും കഴിയും? അഡ്വക്കേറ്റ് സലീം. മദ്യനിരോധനത്തിന്റെ നാൾവഴിയിലുള്ള നമ്മുടെ റിപ്പോർട്ടറുടെ വിവരണം ഞാൻ കേട്ടു. ഈ തിരുവനന്തപുരത്ത് ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റ് ജേക്കബ് ജോർജിന്റെ വാക്കുകൾ ഞാൻ കേട്ടു. ജേക്കബ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരളത്തിൽ ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന പരിചയത്തിൽ ഒരു ദീർഘകാല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഈ വിവരണങ്ങൾ പോലും ഒരു മീഡിയ രംഗത്ത് നിന്ന് എവിടെ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങളും അതിൽ വല്ലാതെ നിഴൽ ചേർത്ത് നൽകിയ ഒരു റിപ്പോർട്ടിംഗ് എന്നതിനപ്പുറത്ത് അതൊരു വിലയിരുത്തലായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞത് ഇത് VM സുധീരനിന്മേൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും KM മാണിയുടെയും ഒക്കെ സംസാരിച്ച് നടത്തിയ ഒന്നുമല്ല. ഇതൊക്കെ നമുക്കറിയാമല്ലോ, NPC ഈ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് ചില നിമിത്തങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ തീരുമാനത്തിൽ എത്തിയതിന്റെ പിന്നിൽ VM സുധീരന്റെ നിലപാട് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമാണ് അഡ്വക്കേറ്റ് സലീം താങ്കൾ പറഞ്ഞത്. തീരുമാനത്തിന് എത്തുന്നതിന് ചില നിമിത്തങ്ങളുണ്ട്. ആ നിമിത്തങ്ങളുടെ രാഷ്ട്രീയ വിശുദ്ധി പരിശോധിക്കപ്പെടും. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പോലുള്ള സാഹചര്യത്തിൽ അത് പരിശോധിക്കപ്പെടും. സ്വാഭാവികവും അതുപോലെ തന്നെ നീതിയിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായ നിലപാടിൽ നിന്നാണ് അതാണ് ആ നിമിത്തങ്ങളായി മാറുന്നതെങ്കിൽ അത് ആദരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ സ്വന്തം രാഷ്ട്രീയ ചേരിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള പ്രതിച്ഛായ തർക്കത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എന്ന് വരുമ്പോൾ, അതാണ് നിമിത്തങ്ങൾ എന്ന് വരുമ്പോൾ ഈ നിലപാട് ഒരു പ്രചരണ ആയുധം എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. താങ്കൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഓഫ് ദി റെക്കോർഡായി ചോദിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഒരു പ്രതിച്ഛായയുടെ തടവുകാരനാണെന്ന് എന്നെങ്കിലും NPCയെ പോലെ ഒരു മലയാളത്തിലെ ഒരു ദൃശ്യമാധ്യമ രംഗത്ത് വർഷങ്ങളായി നിൽക്കുന്ന ഒരാൾക്ക് പ്രതിച്ഛായ ഒരു മോശം കാര്യമല്ല ഡോക്ടർ സലീം. നമ്മളെല്ലാവരും സംസാരിക്കുമ്പോഴും ഉടയാടകൾ ഉടുക്കുമ്പോഴും ജീവിക്കുമ്പോഴും സ്വന്തം പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും ക്രിയേറ്റഡ് ആയിട്ടുള്ള നിർമ്മിതമായ ഒരു പ്രതിച്ഛായയുടെ ഉടമകളാണ്. അതിലൊന്നും തർക്കമില്ല. ഉമ്മൻചാണ്ടി അല്ല, സുധീരൻ സ്വന്തം പ്രതിച്ഛായയ്ക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് ജേക്കബ് ജോർജ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അല്ല, ഞാൻ വാദിച്ചേക്കാനല്ല, പക്ഷേ ഇങ്ങനെ നിർമ്മിതമായ പ്രതിച്ഛായകൾക്ക് എത്ര കാലം കേരളീയ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയും? അല്ല, അതൊരു സത്യമാണ്. അത് സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു സത്യമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നല്ല കുട്ടിയായി ജീവിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അയാളൊരു പ്രതിച്ഛായ ഉണ്ടാക്കുകയാണ്. നിർമ്മിതം എന്ന വാക്ക് സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു ശകാരപദമൊന്നുമല്ല. സജേഷ് കൂട്ടിച്ചേർക്കൂ. സലീം, ഞാൻ ചർച്ചയിലേക്ക് മടങ്ങി വരികയാണ്. ഇത് NPC പറഞ്ഞ ഒരു കാര്യം, ഈ നിലപാടിന് പിന്നിൽ ഒരു വിശുദ്ധി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. ആ വിശുദ്ധി എന്താണ്? അത് സ്ഥാപിക്കാൻ ശ്രമിക്കൂ താങ്കൾ. അത് കൃത്യമായി ഈ മദ്യനിരോധനത്തിലേക്കുള്ള UDF ഗവൺമെന്റിന്റെ ഘട്ടം ഘട്ടമായുള്ള ആ തീരുമാനം നടപ്പാക്കാനുള്ള UDF ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നിലപാട്. അഡ്വക്കേറ്റ് സലീം, അപ്പോഴാണ് തർക്കം. UDFന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ഞങ്ങൾ ഇന്നലെ വരെ ഇതായിരുന്നു പറഞ്ഞിരുന്നത്, ഇന്ന കാര്യം കൊണ്ട്
ഇന്ന കാര്യം കൊണ്ട് അത് ഇത്തരത്തിലായി എന്ന് വിശദീകരിക്കാൻ, ജനങ്ങളോട് വിശദീകരിക്കാൻ UDF-നല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും രാഷ്ട്രീയ ചേരികൾക്കും ഉത്തരവാദിത്വമുണ്ട്. അത്തരത്തിലൊരു വിശദീകരണം ഉണ്ടായിട്ടില്ല. VM സുധീരനെ പോലുള്ള KPCC പ്രസിഡന്റ് യോഗത്തിൽ വെച്ചാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്റെ രാഷ്ട്രീയ മുന്നണി പോകുന്നത് എന്ന് അറിയുന്ന രാഷ്ട്രീയ ഗതികേട് വരെ കേരളത്തിൽ ഉണ്ടായി. സജേഷിനായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം. സജേഷ്, ഒന്ന് വിശദീകരിക്കൂ. സലിം, വളരെ കൃത്യമായി ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്ക് കൃത്യമായി അറിയാം. എൻ്റെ അറിവനുസരിച്ച് VM സുധീരൻ UDF യോഗത്തിൽ വെച്ച് മാത്രമാണ് 759 ബാറുകളും പൂട്ടാൻ പോകുന്ന കാര്യം അറിഞ്ഞത്. അതിനു മുൻപ് VM സുധീരനോട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല. തലേ ദിവസം പോലും VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ ഈ 418 ബാറുകൾ മാത്രം തുറക്കരുതെന്ന നിലപാട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ മുഴുവൻ ബാറുകളും അടച്ചുപൂട്ടണമെന്ന നിലപാട് KPC അധ്യക്ഷൻ VM സുധീരൻ പോലും മുന്നോട്ട് വെച്ചിരുന്നില്ല. ആ ഘട്ടത്തിൽ VM സുധീരനെ കൂടി കടന്നാക്രമിച്ചുകൊണ്ട് VM സുധീരന് മേൽക്കൈ നേടുക എന്ന തന്ത്രമാണ് ഉമ്മൻചാണ്ടി പ്രയോഗിച്ചത്. ഉമ്മൻചാണ്ടി തലേ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും KM മാണിയുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും എല്ലാം ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. എന്നാൽ മുഴുവൻ ബാറുകളും അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന കാര്യം ആ കൂടിയാലോചനകൾ പോലും പറഞ്ഞതായി പിന്നീട് വന്നിട്ടില്ല. എന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം VM സുധീരൻ അറിയുന്നത് അന്ന് നടന്ന 45 മിനിറ്റ് UDF യോഗത്തിൽ മാത്രമായിരുന്നു. ഈ 45 മിനിറ്റ് UDF യോഗത്തിൽ അല്ലാതെ മദ്യനയം ഒരു തരത്തിലും ശാസ്ത്രീയമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല. PS സലീം, ഈ ഇതാണ്, അതായത് അന്ന് ഈ നാൾ വഴികളൊക്കെ റിപ്പോർട്ട് ചെയ്ത നേരിട്ട് അനുഭവവും ഓർമ്മയും തന്നെയാണ് സജേഷിനെ കൊണ്ട് ഇതൊക്കെ എണ്ണി പറയിപ്പിച്ചതും. ശ്രീ PS സലീം, ഒരൊറ്റ കാര്യം, അതായത് ഉമ്മൻചാണ്ടിയുടേതായ വാക്കുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. തിരിച്ച് 418 ബാറുകളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ബാറുകളും അടച്ചിടാനുള്ള ഉമ്മൻചാണ്ടിയുടെ വാക്കുകളും ഞങ്ങൾ കേട്ടു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ UDF-ന്റെ പ്രകടന പത്രിക വിശദീകരിച്ചുകൊണ്ട് മദ്യനിരോധനമാണ് ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്ന പ്രഖ്യാപനവും ഞങ്ങൾ കേട്ടു. ഇതൊക്കെ കൂട്ടി വായിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം സിമ്പിളായി താങ്കളോട് ചോദിക്കുന്നു. മദ്യവർജനമാണോ മദ്യനിരോധനമാണോ നിങ്ങളുടെ നയം? അല്ലെ, ഞാൻ വളരെ കൃത്യമായി ശ്രീ PS സലീം പ്ലീസ്, അതായത് ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് പെറുക്കിയെടുക്കാൻ പാകത്തിൽ, അതായത് ഒരൊറ്റ കാര്യം, അതായത് ഇപ്പോൾ മദ്യവർജനം പറയുന്ന ഉമ്മൻചാണ്ടി LDF-നെ ആണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, അതോ പണ്ട് മദ്യവർജനം പറഞ്ഞ ഉമ്മൻചാണ്ടിയാണോ സ്വീകരിക്കുന്നത്, അതോ ഇപ്പോൾ മദ്യ നിരോധനം പറയുന്ന ഉമ്മൻചാണ്ടിയാണോ സ്വീകരിക്കുന്നത്? ഏതാണ് സ്വീകരിക്കുന്നത്? അല്ല, ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. മദ്യനിരോധനത്തിലൂടെ മദ്യവർജനം, കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലെത്തുക എന്നുള്ളതാണ് UDF ഗവൺമെന്റ് പ്രഖ്യാപിത ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് സലീം, അങ്ങനെയാണെങ്കിൽ എത്ര കാലം കൊണ്ട് മദ്യം നിരോധിക്കും? എന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ മദ്യം നിരോധിക്കപ്പെടും? ഒരു പദ്ധതി ഉണ്ടോ? എന്താണ് ആ ഗ്രാൻഡ് ഡിസൈൻ? വെളിപ്പെടുത്തും. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്നെ പറയാൻ അനുവദിക്കുക. കേരളത്തിൽ ഇപ്പോൾ മദ്യത്തിന്റെ ലഭ്യത ബെവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലൂടെയാണ്. ഓരോ വർഷവും 10% ഔട്ട്ലെറ്റുകൾ കൂട്ടിക്കൊണ്ട് ഇത് ഘട്ടം ഘട്ടമായി ഇത് ആ മദ്യത്തിന്റെ സമ്പൂർണമായ ലഭ്യത കുറയ്ക്കും. രണ്ടാമത്തെ ഇഷ്യൂ, ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ നിലപാടിനെതിരായി പറയുന്നത് കേരളത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകുന്നത്. UDF ഗവൺമെന്റിന്റെ നിലവിലുള്ള നയം 5 സ്റ്റാറുകൾക്ക് നൽകാമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും കോടതി വിധികളുടെ ഒരു പിൻബലം കൂടി അവർക്കുണ്ട്. പക്ഷേ വീണ്ടും UDF-ന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് ഇനി 5 സ്റ്റാർ ഹോട്ടലിൽ കൂടി ബാർ ലൈസൻസ് നൽകുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് അതെങ്ങനെ പറ്റും? ശ്രീ PS സലീം, അതെങ്ങനെ പറ്റും? അതിൽ വൈരുദ്ധ്യമുണ്ട്. അതായത് മദ്യനയം എന്നത് 5 സ്റ്റാറുകൾക്ക് മാത്രം ബാർ അനുവദിക്കുക എന്നതാണ്. നിയമനിർമ്മാണ സഭയിൽ നിങ്ങൾ പാസാക്കിയ മദ്യനയം അതാണെന്നിരിക്കെ കോടതി വഴി ഈ 6 ബാറുകൾ നേടിയ സമയത്ത് കോടതി വഴി അവർക്ക് പോകാനാകും മദ്യനയത്തെ മുമ്പോട്ട് വെച്ച് എന്ന് പറയുന്നു. പിന്നെ എങ്ങനെ ആ മദ്യനയം നിലനിൽക്കുമ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇനി ബാറുകൾ നൽകില്ല 5 സ്റ്റാറുകൾക്ക് എന്ന് പറയാനാകും? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ്. ഞാൻ സമർത്ഥിക്കുന്നു. താങ്കൾക്ക് എതിർവാദം നിരത്താം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്ത് കേരള ഗവൺമെന്റ് സ്വീകരിച്ച മദ്യനയത്തിന് അംഗീകാരം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു മുന്നണിക്കും ഒരു പ്രസ്ഥാനത്തിനും അതിന്റെ നായകനും ഇപ്പോൾ UDF ഗവൺമെന്റ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഇനി ബാർ ലൈസൻസ് നൽകില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം, അത് നടപ്പാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്?
അഡ്വക്കേറ്റ് സലീം, അത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഞാൻ താങ്കൾ വിശദീകരിച്ച UDF-ന്റെ മദ്യനയം അത് പൂർണ്ണമായില്ല. അതിനു മുമ്പ് മറ്റു കാര്യങ്ങളിലേക്ക് താങ്കൾ പോയി. അത് വിശദീകരിക്കാൻ, കൂടുതൽ വ്യക്തമായി വിശദീകരിക്കാൻ ഞാൻ താങ്കൾക്ക് അവസരം തരികയാണ്. താങ്കൾ പറഞ്ഞു ഔട്ട്ലെറ്റുകളിലൂടെയാണ് ഇപ്പോൾ മദ്യം ലഭിക്കുന്നത്. 10% ഓരോ കൊല്ലവും അടച്ചുപൂട്ടും എന്ന് പറഞ്ഞു. കൃത്യമാണ്. 10 കൊല്ലം കൊണ്ട് മുഴുവൻ ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടും. അത് കൃത്യമാണ്. ഒപ്പം പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മദ്യം വിൽക്കാൻ അവസരം കൊടുക്കുക എന്നത് UDF-ന്റെ നയമാണ് എന്ന് പറഞ്ഞു. അതും മാറണമല്ലോ, അപ്പോഴല്ലേ മദ്യനിരോധനം ആവുള്ളൂ. എന്നത് പൂർണ്ണമായും നടപ്പാക്കും. പുതിയ ഹോട്ടലുകൾക്ക് കൊടുക്കില്ല എന്നതല്ല, മറ്റേ അതുകൂടി വിശദമാക്കണം. എന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ, ക്ലബ്ബുകളിൽ മദ്യം വിളമ്പുന്നത് നിരോധിച്ച് കേരളം സമ്പൂർണ്ണ മദ്യനിരോധിത സംസ്ഥാനമായി മാറും UDF-ന്റെ സ്വപ്നങ്ങളിൽ? പറയൂ. അല്ല, ഒരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം എന്ന വാക്ക് UDF പറയുന്നത് അത് വെറുതെ പറയുന്ന ഒരു വീൺവാക്കല്ല. ആയിക്കോട്ടെ, ആ ഘട്ടങ്ങൾ പൂർത്തിയാവുന്നത് എപ്പോഴാണ്? അതൊരു പദ്ധതി വേണമല്ലോ. ഞാൻ പറഞ്ഞു തരട്ടെ, നമ്മൾ ആദ്യം ഈ ചർച്ച ആരംഭിക്കുമ്പോൾ ഇക്കാര്യം പറയൂ. അങ്ങനെ ഉണ്ടോ? ആ ഘട്ടം പ്രഖ്യാപിക്കാതിരിക്കുക അത് കാപട്യമാണ് എന്ന സംശയം എതിരാളികൾക്ക്, ഞാൻ പറയുന്നു എന്നല്ല, ഉന്നയിക്കാനുള്ള വാദം ഒരു വിടവ് കിടക്കുന്നുണ്ട് സലീം. അല്ല, ഇല്ലെന്നേ. ഈ 10% ബെവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ ഓരോ വർഷവും കൂട്ടുന്നതിലൂടെ അത് ക്ലിയറായി. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, ക്ലബ്ബുകൾ കേരളത്തിൽ പിന്നീട് അവശേഷിക്കുന്ന ഏക പ്രശ്നം 5 സ്റ്റാർ ഹോട്ടലുകളാണ്. 5 സ്റ്റാർ ഹോട്ടലിലൂടെ തീരുമാനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പക്ഷെ നിലവിൽ ഒരു കാര്യം ആലോചിക്കണം. നിലവിൽ ശരി എന്നത് നിർത്തും. അല്ല, മദ്യത്തിന്റെ ലഭ്യത നിറഞ്ഞു എന്ന ഒരു സമൂഹത്തിൽ ആർക്കും കഴിയാൻ, ആർക്കും സാധ്യമാകുമെന്ന് കരുതാതിരുന്ന ഒരു അവിടെയല്ല തർക്കം, അവിടെയല്ല. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇത് മദ്യനിരോധിത സംസ്ഥാനം അല്ല എന്നാണ് എന്റെ വാദം, എന്റെ സംശയം. മദ്യനിരോധിത സംസ്ഥാനത്തിലേക്ക് സ്വപ്നം കാണുന്നവർ വെക്കുന്ന പദ്ധതി നിങ്ങൾ വെച്ചിട്ടില്ല. അതെന്തുകൊണ്ട് വെച്ചില്ല എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്ന് നിരോധിക്കും, അതാണ് പറയേണ്ടത്. സമ്പൂർണമായി നാളെ കേരളത്തിൽ സമ്പൂർണമായി മദ്യനിരോധനം യാഥാർത്ഥ്യമാക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ മദ്യനിരോധനവാദികളാണ് എന്ന അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ? അതാണ് പ്രശ്നം. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ. തീർച്ചയായും NPC ശ്രീ PSLM ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം KCBC മദ്യവിരുദ്ധ സമിതിയുടെ തലപ്പത്തുള്ള ഫാദർ ആന്റണി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആന്റണി, ഇങ്ങനെയാണോ? അതായത് മദ്യവർജനമല്ല, ഞങ്ങൾ നിരോധനമാണ് ആവശ്യപ്പെടുന്നതെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഉമ്മൻചാണ്ടിയും UDF-ഉം ഇപ്പോൾ ഇതാ ഉമ്മൻചാണ്ടി പണ്ട് പറഞ്ഞ ഒരു കാര്യം കൂടി പുറത്തെത്തുകയാണ്. അതായത് മദ്യനിരോധനം ഇവിടെ പ്രായോഗികമല്ല, മദ്യവർജനമാണ് വേണ്ടത്. മദ്യവർജനം എന്നതിന് മദ്യാസക്തിയുള്ള കേരളത്തിൽ മദ്യനിരോധനം പ്രായോഗികമല്ല എന്ന് ഉമ്മൻചാണ്ടി തന്നെ പറയുന്ന വാക്കുകൾ. ഇതിലേത് ഉമ്മൻചാണ്ടിയാണ് വിശ്വസിക്കേണ്ടത് എന്ന ഒരു സംശയം കൂടി ഉയരുന്നു. ശ്രീ ഫാദർ ആന്റണി. സംശയമൊന്നും വേണ്ട. ഞങ്ങൾ മനസ്സിലാക്കുന്നത് 2011 ശേഷം അധികാരത്തിൽ നിന്ന് UDF കൊണ്ടുവന്ന മദ്യനയത്തിന്റെ അന്തസ്സത്ത എന്താണെന്ന് മാത്രം കേരള സമൂഹം ചിന്തിച്ചാൽ മതി. അതിനുശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, മുൻപ് ശ്രീ ഉമ്മൻചാണ്ടി എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്നെന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മുഖ്യമന്ത്രി ആയപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ് ശ്രീ ആന്റണി ഉമ്മൻചാണ്ടി അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഈ അടുത്തിടെ അത് മാറ്റി പറയുന്നു. ഇതിലേത് വിശ്വസിക്കണം? അത് ആ വൈരുദ്ധ്യമാണ്. തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ കൂടി താങ്കൾക്ക് കേൾക്കുമ്പോൾ താങ്കൾക്ക് ഇതെല്ലാം വിശദമാകും. ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിലേക്ക്. ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ശ്രീ ആന്റണി, ഇതാണ്
ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതായത് വരുമാനമുള്ളത് കൊണ്ടല്ല നിരോധിക്കാത്തത്. വരുമാനമുണ്ട് ശരിയാണ്, പക്ഷെ വരുമാനമുള്ളത് കൊണ്ടല്ല നിരോധിക്കാത്തത്. മറിച്ച് ഇത്രയേറെ മദ്യാസക്തിയുള്ള കേരളത്തിൽ മദ്യനിരോധനം കൊണ്ടുവന്നാൽ അത് പ്രായോഗികമാകുകയില്ല, മദ്യ ദുരന്തം സംഭവിക്കും. ഇത് തന്നെയാണ് ഇവിടെ എല്ലാ കോണുകളും പറയുന്നത്. ഇപ്പോൾ UDF പറയുന്ന മദ്യനിരോധനമാണ് പ്രായോഗികമെന്ന്. ഉമ്മൻചാണ്ടിക്ക് ഈ വാദം ഉണ്ടാകുമ്പോൾ എങ്ങനെ അങ്ങനെ പറയാനായി എന്ന് കൂടിയുണ്ട് ശ്രീ ആന്റണി. അച്ഛൻ ഫാദർ ഉണ്ടോ? ഫാദർ ഇല്ല. തീർച്ചയായും ശ്രീ PS സലീം താങ്കളിലേക്ക്. ശ്രീ PS സലീം താങ്കൾക്ക് കേൾക്കാമോ? തീർച്ചയായും അവസാനമായി താങ്കൾക്ക് വിശദീകരിക്കാം. അതായത് മദ്യവർജനം പറഞ്ഞ ഉമ്മൻചാണ്ടിയാണോ സ്വീകരിക്കേണ്ടത്, മദ്യനിരോധനം പറയുന്ന ഉമ്മൻചാണ്ടിയാണോ സ്വീകരിക്കേണ്ടത്? ഏതാണ് സത്യം? ആ കൺഫ്യൂഷന് താങ്കൾ 10 സെക്കൻഡ് കൊണ്ട് മറുപടി നൽകിയാൽ. കൺമുന്നിൽ ഒരു യാഥാർത്ഥ്യം കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു നേർ സാക്ഷ്യമായി നിൽക്കുകയാണ്. മദ്യവർജനവും മദ്യനിരോധനവും അത് രണ്ടും UDFന്റെ തീർച്ചയായും PS സലീം ആണ് തൻ്റെ വാദങ്ങൾ പറഞ്ഞത്. തീർച്ചയായും മദ്യനയത്തിലെ ഉമ്മൻചാണ്ടിയുടെ പുതിയ നിലപാട് മാറ്റം സംബന്ധിച്ച് വ്യക്തമാകുന്ന വൈരുദ്ധ്യങ്ങളാണ് പുറത്തേക്കെത്തുന്നത്. അതായത് മദ്യനയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്ന ഒരു വാക്കുകളാണ് ഇപ്പോൾ പീപ്പിൾ TVക്ക് ലഭിച്ചതും പ്രേക്ഷകർക്കായി നൽകിയതും ചർച്ച ചെയ്തതും. മദ്യവർജനമാണ് കേരളത്തിൽ പ്രായോഗികമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു. മദ്യാസക്തിയുള്ള കേരളത്തിൽ മദ്യം നിരോധിച്ചാൽ വ്യാജമദ്യമൊഴുകും, മദ്യനിരോധനം പ്രായോഗികമല്ല എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ വാക്കുകളും അതിന്മേലുള്ള ചർച്ചകളുമാണ് നമ്മൾ കേട്ടതും കണ്ടതും. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേർന്ന ന്യൂസ് ഡയറക്ടർ NPC, റിപ്പോർട്ടർ സജേഷ്.